മനുഷ്യജീവിതത്തിന്റെ നശ്വരത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ദിവസവും ലോകത്തിന്റെ പല ഭാഗത്തായിട്ടും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളായാലും, യുദ്ധം മൂലമുള്ള ദുരന്തങ്ങളായാലും, അസുഖങ്ങൾ മൂലമുള്ള ദുരന്തങ്ങളായാലും, അങ്ങനെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത തരത്തിൽ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ദുരന്തങ്ങൾ, ജീവിതത്തിന്റെ നശ്വരത, ഇത്രയൊക്കെ ജീവിതം ഉള്ളൂ എന്ന് നമ്മെ തിരിച്ചറിയിക്കുന്നത് കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അത് വലിയ ചോദ്യമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. കൽക്കട്ടയിലെ അയ്യോ ഡോക്ടർ എത്ര മൃഗീയമായിട്ടാണ് ഡോക്ടറുടെ പെരുമാറിയത്. മൃഗീയമായിട്ടെന്നുള്ള വാക്ക് പറഞ്ഞാൽ പോലും ശരിയാവില്ല. കാരണം മൃഗങ്ങൾ പോലും അങ്ങനെയൊന്നും ചെയ്യില്ല. അത്രയും ക്രൂരത ഒരിക്കലും മൃഗങ്ങൾ കാണിക്കില്ല. ആ വാക്ക് തന്നെ മാറ്റേണ്ടിയിരിക്കുന്നതിന് അതിനൊക്കെ വിവരിക്കാൻ വേണ്ടിയിട്ട്. വേറൊരു സ്ഥലത്ത് ഒരു അധ്യാപൻ തന്റെ സ്വന്തം വിദ്യാർത്ഥിനിയോട് ക്രൂരമായി പെരുമാറിയതിന്റെ വാർത്ത. വേറൊരു സ്ഥലത്ത് ഒരു അമ്മയെ, 50 വയസ്സുള്ള അമ്മയെ, മകൻ ഒരു സാഹസം കാണിച്ചതിന്റെ പേരിൽ അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ വാർത്ത. ഇങ്ങനെ മനുഷ്യന്റെ ഈ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തകൾ വല്ലാതെ നമ്മളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ശിക്ഷ കുറവായിട്ടാണോ? ശിക്ഷ കൊണ്ട് ഇത് തടയാൻ പറ്റൂ? നിർഭയ കേസ്, ആ തൂക്കുമരം, ആ 4 പേരെ തൂക്കിക്കൊന്നതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ ആ പ്രദേശത്ത് വെച്ച്, ഹരിയാന പ്രദേശത്ത്, ഡൽഹിയിലെ ഇതിനേക്കാളും സങ്കടകരമായ വാർത്തകൾ, റേപ്പ് നടന്നത് നമ്മൾ കേട്ടു. അതൊന്നും ഒരു ശിക്ഷയുടെ കുറവുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിർഭയ സംഭവത്തിന് ശേഷം ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശിക്ഷാ നിയമം IPC അമെൻഡ് ചെയ്തു. കഠിനമായ ശിക്ഷയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്, കുറ്റങ്ങൾക്കൊക്കെ നമ്മൾ നിയമത്തിൽ എഴുതിച്ചിട്ട് കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരെയും ബാധിക്കുന്നില്ല. ഇപ്പോൾ കുറ്റങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല, ശിക്ഷയുടെ അപര്യാപ്തത കൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് വേണ്ട വിധത്തിലുള്ള തിരുത്തലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാത്തതുകൊണ്ടാണ്. എന്താണ് തിരുത്തലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവ് നമുക്ക് ഒരിക്കലും പറയാനില്ല. പക്ഷെ ഇന്നലെ ഞാൻ നമ്മുടെ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം വായിച്ചു. ഇത് വളരെ നന്നായി തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികളെ ശക്തിപ്പെടുത്തുന്നതിനേക്കാളും ആൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാണ് പ്രധാനപ്പെട്ടത്. ഇൻസ്റ്റെഡ് ഓഫ് എംപവറിംഗ് ദ ഗേൾസ്, എംപവറിംഗ് ദ ഡോട്ടേഴ്സ്, എഡ്യൂക്കേറ്റ് യുവർ സൺസ്. നമ്മുടെ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എന്താണ് ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? സ്ത്രീകളോടുള്ള ബഹുമാനം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അത് റെസ്പെക്ട് ഫോർ വിമൻ. നമ്മുടെ ഇന്ത്യയിലാണ് അത് ഏറ്റവും കുറവ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം സ്ത്രീകളോടുള്ള ബഹുമാനം ഏറ്റവും കുറവുള്ള ഒരു രാജ്യമായിട്ടാണ് എനിക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ എന്താ? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണമാണ് ഞാനിപ്പോൾ ചിന്തിച്ചത്. നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ ഭാരതം എന്ന നാടാണ്, എല്ലാ ഭാരതീയരുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലിയോടൊന്നും സ്ത്രീകളോടുള്ള ബഹുമാനം കുട്ടികളുടെ മനസ്സിൽ വരില്ല. അവരുടെ അന്തസ് നമുക്കുള്ള പോലെ അന്തസ് അവർക്കുണ്ടെന്ന്, തുല്യ അന്തസ്സിന് അവർ അവകാശപ്പെട്ടവരാണെന്ന്, അവരുടെ അന്തസ്സിനെ മാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന്, അങ്ങനെ സ്ത്രീകളുടെ അന്തസ് മാനിക്കപ്പെടുന്നതിലൂടെയാണ് ഞാനൊരു സംസ്കാരമുള്ള മനുഷ്യനായി മാറുന്നത് എന്നുള്ള ചിന്തയും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. അവരോടുള്ള സമീപനത്തിൽ അവരെ നോക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴും അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തേണ്ടി വരുമ്പോഴുമെല്ലാം അവരോട് നമ്മൾ പുലർത്തുന്ന ബഹുമാനം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അങ്ങനെ സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ ഒരു സംസ്കാരം, ബഹുമാനമുള്ള ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കണം. അവരുടെ അന്തസ്സിനെ അംഗീകരിക്കുവാനും അതിനെ മാനിക്കുവാനും അതിനെ നമ്മൾ പുലർത്തുവാനും കഴിയുന്ന സംസ്കാരം, ആ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ സ്ത്രീകൾക്ക് തുല്യ അന്തസ്സുണ്ട് എന്നുള്ള പുതിയ സംസ്കാരത്തിന്റെ ആ സ്ത്രീകളോടുള്ള ബഹുമാനം പുലർത്തുന്നതാണ് നമ്മുടെ അന്തസ്സിന്റെ അടയാളം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് ഇത് ശ്രമിക്കുന്നവർക്കെങ്കിലും കഴിയട്ടെ, അവർക്ക് പുതിയ തലമുറ യാത്രത്തിൽ വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.